ഹായ്, ഇന്ന് നമ്മളുള്ളത് അരീക്കോടിലെ ഷെരീഫ് ഖാന്റെ ബിഗോണിയന്റെ നഴ്സറിയിലാട്ടോ. അതായത് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 നഴ്സറിയാണ് ഷെരീഫ് ഖാന്റെ. സെയിലിംഗായിട്ട് മൂപ്പർക്ക് ബിഗോണിയ ഒരു കളക്ടറും കൂടിയാണ് മൂപ്പര്. എല്ലാ പ്ലാന്റും കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മൂപ്പർക്ക് തായ്ലാന്റിൽ വരെ നഴ്സറിയിലെ ഒരു വ്യക്തിയാണ് ഷെരീഫ് ഖാൻ. അപ്പോൾ കുറേ വെറൈറ്റി, അപ്പൊ എല്ലാ വെറൈറ്റി നമുക്ക് ഓരോന്നിനായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇത് ബിഗോണിയന്റെ വേറൊരു സെക്ഷനാട്ടോ. ഇതൊക്കെ മദർ പ്ലാന്റുകളാണ്. ഇതൊക്കെ നല്ല വെറൈറ്റി സാധനമാണ്. ഇതൊക്കെ നോക്കിങ്ങളെ, ഇതൊക്കെ എവിടെയും കാണില്ല നമ്മൾ ഈ ടൈപ്പ് ഒന്നും. ഒക്കെ വെറൈറ്റിയാണ്, ഹൈബ്രിഡ് സാധനങ്ങളാണ്. നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടില്ലേ, ഫുള്ള് ഇതൊക്കെ കണ്ട ഡബിൾ ഷെയ്ഡ് വരുന്നത്. ഒരു ഷെയ്ഡ് പ്ലെയിൻ ആയിട്ടും ഒരു ഷെയ്ഡ് വേറെ ഡാർക്ക് കളറായിട്ടും വരുന്നതാണ്. കണ്ടി, ഇതൊക്കെ ടെസ്റ്റഡ് വെറൈറ്റി ആട്ടാ. ടെസ്റ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ, ഇതാണ് ടെസ്റ്റഡ് വെറൈറ്റി. ഇത് ഡബിൾ ടെസ്റ്റാണ് വരുന്നത്. നല്ല രസമാണ്. ഇത് സിംഗിൾ ടെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഇത് ടെസ്റ്റഡ് വെറൈറ്റിയാണ്. ഇത് അതിന്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് ഫുള്ള് ടെസ്റ്റ് ചെയ്ത് വരുന്ന വെറൈറ്റിയാണ്. ഇത് നോക്കി, ഇത് ഭയങ്കര രസമാട്ടാ. ഇതിന്റെ മുകളിലാണ് ഈ നാരൊക്കെ വരുന്നത്. നോക്കി, എന്ത് രസമാണ് കാണാനറിയാം. ഓക്കെ, ഇത് കണ്ടില്ലേ, ബിഗോണിയന്റെ ഒരു ലോഗാണ്. അത്രയും വെറൈറ്റിയാണ്. ഇതൊക്കെ മദർ പ്ലാന്റുകളാണ്. എന്ത് രസമാണ് കാണാനറിയാം. ബിഗോണി പറഞ്ഞാൽ ലീഫ് അത്ര ഭംഗി ലീഫുള്ള ഒരു വേറെ പ്ലാന്റ് ഉണ്ടാവില്ല. അത്രയും വെറൈറ്റിയാണ്. ഓരോ പ്ലാന്റിനും ഓരോ പ്രത്യേകതകളാണ്. നല്ല രസമാണ് കാണാൻ കേട്ടാ. അതിന് നമുക്ക് കുറച്ച് പീലിയന്റെ വെറൈറ്റികൾ കാണട്ടോ. ഇത് നമ്മൾ എവിടെയും കാണാത്ത വെറൈറ്റികളാണ്. ഏറ്റവും പുതിയ വെറൈറ്റിയാണ്. നല്ല ഗ്രീനില് വൈറ്റ് ടച്ച് വരുന്ന ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതൊന്നാണ്. അതിൻ്റെ തന്നെ വേറൊരു പ്ലാന്റ് ആട്ടോ. അത് അതിലേറെ ഡോട്ട് വരുന്നതാണ്. വൈറ്റ് നല്ല ബുഷി പ്ലാന്റുകളാണ്. എല്ലാ പ്ലാന്റും ബുഷി പ്ലാന്റുകളാണ്. അതിൻ്റെ ഗ്രീനാണ്. ഗ്രീനില് ഒന്ന് ഡാർക്ക് ഗ്രീനും കൂടി വരുന്നതാണ്. വേറൊരു വെറൈറ്റി ആട്ടോ. അതൊക്കെ ഇമ്പോർട്ടഡ് വെറൈറ്റികളാണ്. നമ്മളെ ക്ലൈമറ്റിൽ വന്നപ്പോൾ ചെറിയ മാറ്റങ്ങളുള്ളൂ. ഇത് ഫ്ലവറിംഗ് ആണ്. ഫ്ലവറിങ്ങും സീഡും കൂടി വരുന്നതാണ്. ഈ പീലി കണ്ടത് സൈഡ് ഫുള്ള് സിൽവർ ലൈനും സെൻറ്ററിൽ ഗ്രീനും ആയിട്ടാണ് വരുന്നത്. അത് ഏറ്റവും മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇത് കളർ ശരിക്കായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ഫുള്ള് പീലിയാണ്. കുറച്ച് വെറൈറ്റി കൂടി നമുക്ക് കാണാം കേട്ടോ. ഇതൊക്കെ പീലിയന്റെ സെയിൽ പ്ലാന്റുകളാണ്. ഇപ്പൊ ഞാൻ കാണിച്ചെന്ന എല്ലാ പ്ലാന്റുകളും നമ്മൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഷെരീഫ് ഖാന്റെ നമ്പർ ഞങ്ങൾ ഇതിൽ ടാഗ് ചെയ്യാം. ഇതെല്ലാം ഉണ്ട്. എല്ലാം നല്ല പ്ലാന്റുകളാട്ടോ. ഇപ്പൊ കാണിച്ച എല്ലിൻ്റെ തയ്യാളുണ്ട്. ഇഷ്ടംപോലെ തയ്യാളുണ്ട്. നമ്മൾ ഷെരീഫ് ഖാന്റെ എപ്പിസിയെ കാണിട്ടാ. എപ്പിസിന്റെ ഒത്തിരി 125ഓളം വെറൈറ്റി ഇവിടെ ഉണ്ട്. ഇതിൽ ഓരോ വെറൈറ്റി, അതൊക്കെ പുതിയ പ്ലാന്റുകളാണ്. കണ്ടില്ല, ഇതിന്റെ ഈ സിൽവറൊക്കെ കണ്ടില്ല, എന്തൊരു ഭംഗിയാണ് കാണാനും അറിയാം. ഇതൊന്നും എവിടെയും കാണൂല നിങ്ങൾ. അത്രയും വെറൈറ്റിയുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഇനി ബുഷിയായിട്ട് വരും. ഇതൊരു വെറൈറ്റിയാണ്.
നേരിട്ട് കാണുമ്പോൾ അതിന്റെ ഭംഗി അറിയുള്ളൂ. അത്രയും ഒരു വെൽവെറ്റ് ടച്ചുള്ള സാധനങ്ങളാണ് അതൊക്കെ. അതുപോലെ ഈ ഗ്രീനും ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും 3 കളറായിട്ട് വരുന്നത്. അത്രയും ഭംഗിയുണ്ട്. ഇതിന് മദർ പ്ലാന്റുകൾ കാണാൻ നമുക്ക് കേട്ടോ. ഇത് നൈസ് സ്കിന്നാണ്. അതിന്റെ ഒരു ഗ്രീന് വരുന്നത് പാമ്പിന്റെ തൊലി, അതാണ് കറക്റ്റ്. നോക്കില്ലേ, ഡാർക്കാണിത്. അതുപോലെ തന്നെ അതിലേറെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതിന്റെ വൈറ്റും ഗ്രീനും കൂടി മിക്സ് ചെയ്ത് റെഡ് ഫ്ലവറും ഉണ്ട്. നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാൻ കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കും. ഇതാണ് എപ്പീസിന്റെ ഫുള്ള് മദർ പ്ലാന്റ് ആട്ടോ. 2 മലന്റെ നടുക്കാണ് ഞാൻ നിൽക്കേണ്ടത്. ഇവിടെ മിനിയേച്ചർ ഉണ്ട്, നോർമൽ ഉണ്ട്. ഇതിന്റെ ഫ്ലവർ കണ്ടില്ലേ, റെഡ് ഉണ്ട്, യെല്ലോ, പിങ്ക്. റെഡിൽ തന്നെ കുറെ വെറൈറ്റി ആളുണ്ട് കേട്ടോ. ഇതിന്റെ മിനിയേച്ചർ ആണ് ഇത്. മിനിയേച്ചറിൽ നല്ലൊരു പ്ലാന്റ് ആട്ടോ, ഒരു ബുഷി പ്ലാന്റ് ആണ്. മിനിയേച്ചറിൽ സിൽവർ സ്കൈ ആണ് ഇത്. കണ്ടില്ല, നല്ല ബുഷി പ്ലാന്റ് ആട്ടാ. ചട്ടി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പണ്ടൊക്കെ എല്ലാവർക്കും ഒരു തോന്നലുണ്ടായിരുന്നു തൂക്കിയിട്ടാലേ എപ്പീസിയ വളരുള്ളൂ എന്ന്. ഇപ്പൊ ആ ട്രെൻഡ് പോയി. ഇപ്പൊ നമ്മളെങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് ആ ലെവലിൽ എപ്പീസി എങ്ങനെ വേണമെങ്കിലും വളർത്താം. ഇത് വുഡിലൊക്കെ മൗണ്ട് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടാ. ഇത് മിനിയേച്ചറിലൊരു ഏറ്റവും പുതിയ വെറൈറ്റിയാണ്. ഇത് ബ്ലൂ ഫ്ലവർ ആണ് വരുന്നത്. ഇത് ലീഫൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ഇതൊക്കെ എല്ലാം ഓരോരോ വെറൈറ്റികളാണ്. ഏറ്റവും ഒരു പുതിയ വെറൈറ്റി കാണിച്ചുതരാം. പുതിയ വെറൈറ്റി ആയിട്ടാ, പിക്കാസോ ആണ്. ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെറൈറ്റിയാണ്. ഇത് കണ്ടില്ല, എത്ര 3-4 കളറാണ്. ഗ്രീന്, ഡാർക്ക് ഗ്രീന്, പിങ്ക്, ലൈറ്റ് പിങ്ക് എല്ലാം മിക്സ് ചെയ്താണ്. അതിന്റെ ഒരു പ്ലാന്റ് ഉണ്ടല്ലേ. ഇതൊക്കെ സെയിൽ പ്ലാന്റ് ആയിട്ട് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. ഇത് തന്നെ എപ്പിസിയിലെ എമറാൾഡ് വെൽവെറ്റ് ആട്ടോ. കണ്ടില്ലേ, ഡാർക്കും ഗ്രീനായിട്ട് മിക്സ് ചെയ്തത്. അതിൽ തന്നെ ചോക്കോ വെൽവെറ്റ് ആണ് ഇത്. നല്ല ഭംഗിയെ കാണുന്നത്. തൊട്ട് നോക്കുമ്പോൾ തന്നെ ഒരു വെൽവെറ്റിന്റെ ഒരു ഇത് പിടിച്ച അതേ ഫീലാണ് നമുക്ക് വരുന്നത്. ഇതിന് 2നും ഫ്ലവർ പർപ്പിൾ കളറാണ് വരുന്നത് കേട്ടോ. ഫ്ലവർ ആയിട്ടില്ല, ആദ്യത്തൊക്കെ പോയതാണ്. അതുപോലെ തന്നെ ഇതാണ് ആടും സ്ട്രിബ് കേട്ടോ. നമ്മളെ വാരിയല്ല് എന്നൊക്കെ പറഞ്ഞ അതേപോലെ കണ്ടില്ലേ, അത്രയും കറക്റ്റ് ആയിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടാ കാണാന്. ഇതിന്റെ ഫ്ലവർ റെഡ് കളറാണ്. ഫ്ലവർ ഇപ്പോൾ കൊഴിഞ്ഞു പോകാനായിട്ടുണ്ട്. പുതിയ മുട്ടൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇതിൽ തന്നെ. ഇത് കണ്ടില്ലേ, എപ്പിസിയിലെ ഫ്ലവറും ലീഫും ഗ്രീനിലെ റെഡ് ലീഫും എന്തൊരു ഭംഗിയെ കാണാനറിയോ. ബിഗോണിയനെക്കാട്ടും വെറൈറ്റി ആട്ടാ. ബിഗോണിന്റെ ഭംഗിയാണ്, വളർത്താനും ഈസിയാണ്. ബിഗോണിയെ കടത്തി വെട്ടുന്ന ടൈപ്പാണ് ഈ എപ്പിസി ഒക്കെ നമ്മളിവിടെ കാണുന്നത്. ഇതാണ് എപ്പിസിയിലെ രാജാക്കന്മാരാട്ടാ. രാജാക്കന്മാരും രാജ്ഞികളുമാണ്, അങ്ങനെ തന്നെ പറയാം നമുക്ക്. ക്ലിയോപേട്ര ഉണ്ട്, മിൽക്കി വേ ഉണ്ട്, പിക്കാസോ ഉണ്ട്, പിങ്ക് സ്മോക്ക് ഉണ്ട്. കണ്ടില്ലേ, ഇത് 4ആണ് ഏറ്റവും വെറൈറ്റിയാണ്. ഇപ്പത്തെ ഇതിൽ വെച്ചിട്ട് ഏറ്റവും എക്സ്പെൻസീവായ പ്ലാന്റുകളാണ്. ഇനി നമ്മൾ കുറച്ച് കെയിൻ ബിഗോണിയനെ പരിചയപ്പെടാം. ഇത് ഫുള്ള് കെയിൻ ബിഗോണിയാണ്. മറ്റേ സാധാ ബിഗോണിയ വളർത്തിനെക്കാട്ടി ഈസിയാണ്. അത് ആർക്കും വളർത്താൻ പറ്റും. മറ്റേ നമ്മൾ പേടിയാണ് എല്ലാവർക്കും, വളർത്തി ചീഞ്ഞ് പോകുന്നു. ഇതാ പ്രശ്നം വരില്ല. ഇത് ഫുള്ളായിട്ട് കെയിനാണ്. നല്ലോണം ഫ്ലവർ ചേഞ്ച് ചെയ്യട്ടാ. ഫ്ലവർ ചേഞ്ച് ഫ്ലവർ കുറേ ദിവസം നിൽക്കുന്നതാണ് ഫ്ലവർ. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ മക്കുലേറ്റിന്റെ വേറൊരു ഇതാട്ടോ. അതെ, നല്ല രസമാണ് കാണാന്. ഇത് മക്കുലേറ്റിന്റെ ഏറ്റവും ന്യൂ വെറൈറ്റി ആയിട്ടാ. അതിനകത്ത് അത്രയ്ക്കും ഡോട്ട് വരുന്നുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഫുള്ളായിട്ട് ഡോട്ടാണ്. ഈ കുഞ്ഞു ലീഫിലൊക്കെ കണ്ടില്ലേ, നല്ല രസമാണ് കാണാന്. അതുപോലെ തന്നെ ഇതൊക്കെ നോക്കിയതൊക്കെ എന്ത് ഭംഗിയാണ് അറിയാം. ഇതൊക്കെ ഒന്ന് തട്ടി നിറഞ്ഞ് നിൽക്കുകയാണ്, കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇത് വളർത്താനും ഈസിയാണ്, എല്ലാവർക്കും വളർത്താൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇത് റെക്സ് ബിഗോണിയന്റെ അതേ ലീഫാട്ടോ. പക്ഷെ ഇത് കെയിനാണ്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം കെയിൻ ബിഗോണിയാണ്. റെക്സിലെ അതേ വലുപ്പം, പക്ഷെ അതിലേറെ വലിയൊരു ലീഫാണ് ഇത് വരുന്നത്. ഇത്രയും ഭംഗിയാണ്. ഇത് ഫ്ലവർ ഉണ്ട് കേട്ടോ. ഫ്ലവർ ഇങ്ങോട്ട് പോയി തുടങ്ങിയതാണ്. ലൈറ്റ് പിങ്ക് ഫ്ലവറും ഉണ്ട്. പക്ഷെ ഇത് നോക്കി, ഇതെന്തൊരു ഭംഗിയാണ് കാണാനോ അറിയാം. പക്ഷെ ഇതിൽ അത് നിറച്ച ഫ്ലവർ വരുന്നുണ്ട്, കുഞ്ഞി ഫ്ലവർ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ഇത് കുറേ ദിവസം നിൽക്കും ഈ ഫ്ലവർ. ഇത് സിന്ദബാദിന്റെ ഒരു പ്ലാന്റ് കേട്ടോ. ഇതും ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു ഫ്ലവറുകളാണ്.
നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ, എത്ര രസമാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് ബ്രവറിമോസ എക്സോട്ടിക് കേട്ടോ. ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ അല്ല, ഒറിജിനൽ ആണ്. കണ്ടാത് ആർട്ടിഫിഷ്യൽ ആയി തോന്നുന്നു, അത്രയും വെറൈറ്റി ആണ് ലീഫ്. കണ്ടില്ലേ, ഈ പിങ്ക് കൂടുതലാണ് ഇതിന്. ഇതിന്റെ നേരെ റിവേഴ്സ് ആണിത്. ഇത് സാധാ നോർമലി ബ്രവറിമോസയാണ്. കണ്ടില്ലേ, രണ്ടുള്ള വ്യത്യാസം ഇങ്ങനെ കണ്ടാൽ നമുക്ക് കറക്റ്റ് അറിയും. ഒന്നില് പിങ്ക് കുറവും, ഇതില് എക്സോട്ടിക്കില് പിങ്ക് കൂടുതലുമാണ്. പിങ്ക് നല്ല ഡാർക്ക് പിങ്ക് ആട്ടോ. നമ്മള് കളറൊക്കെ വെച്ച് വരച്ച ലീഫില് വരച്ച പോലെയുണ്ട്, അത്രയും ഭംഗിയാണ് ഇത് കാണാൻ. ഇതിന്റെ ഇത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒക്കെ വെറൈറ്റി ആണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ലീഫിൽ വരുന്നത്, ചെറിയ ചെറിയ ഡോട്ടിന്റെ വ്യത്യാസമാണ് ഓരോ പ്ലാന്റിന്റെ വ്യത്യാസമായിട്ട് വരുന്നത്. ഇതാണ് ഫ്ലവർ നല്ലോണം ചെയ്യും. ഫ്ലവറിങ് നല്ല ലാസ്റ്റിംഗ് ഉണ്ടാവും. നല്ല റെഡിനുള്ളിൽ യെല്ലോ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. കെയിനാണ്. കെയിനിൽ തന്നെ 72 വെറൈറ്റി ഉണ്ട്. അതും പുതിയ പുതിയ വെറൈറ്റികൾ 72 വെറൈറ്റി ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതിന്റെ പിങ്ക് ലീഫാണ്. പിങ്കും സിൽവറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നല്ലൊരു ഡാർക്ക് പിങ്ക് ഇട്ട് അതില് മെച്ചൂർഡായ ലീഫാണിത്. നല്ല രസമാണ് ഇത് കാണാൻ. ഇതാണ് കെയിനിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു പ്ലാന്റ് കേട്ടോ, മക്കുലാറ്റയാണ്. കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഒരു പുതിയ വെറൈറ്റി ആയിരുന്നു. ഇതാണ് പ്യൂർ മക്കുലാറ്റ. ഇതാണ് ഇവിടുത്തെ ഫേണുകളൊന്ന് പരിചയപ്പെട്ടാൽ നമുക്ക് കിട്ടാം. നമ്മൾ കാണാത്ത ഓരോ വെറൈറ്റി ഫേണാണ്. പേരുകളാണ് നമുക്ക് കിട്ടാത്തൊക്കെ. ഫുള്ള് ഓരോ വെറൈറ്റി ഫേണാണ്. ഇതൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയെ കാണാനും അറിയാം. ഇതിന്റെ സീഡ്സ് കണ്ട് അതിന്റെ അടിയിലാണ് സീഡ്സ് വരല്. ഒക്കെ ഫുള്ള് ഫേണാട്ടോ, ഓരോരോ വെറൈറ്റി ഫേണുകളാണ്. ഇതൊക്കെ ഫേൺ വെറൈറ്റി പെട്ടതാണ്. ഇത് കണ്ട് ഇതിനൊക്കെ സീഡ്സ് വന്നിട്ടുണ്ട്, അടിയിലാണ് വരല്. ഫേണിന്റെ ഒത്തിരി കളക്ഷന് വേണ്ടിട്ടോ, നമ്മളൊന്നും കാണാത്ത ടൈപ്പുള്ള ഓരോരോ ഫാന്. ഒക്കെ ഫേണിന്റെ വെറൈറ്റികളാണ്. പേര് കറക്റ്റ് ഒന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഷെരീഫൊക്കെ ബിസിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അത് കണ്ടില്ലേ, ഓരോരോ വെറൈറ്റീസ് കണ്ടാൽ ചിലതൊക്കെ സാമ്യം തോന്നുമെങ്കിലും തികച്ചും വ്യത്യസ്തമാണ് ഓരോ പ്ലാന്റുകൾ. ഇതാണ് പേര് പറയുമ്പോൾ നമുക്ക് ഇത് ഫന്നൽ ചെടിയാണ്, പക്ഷെ ഇതിന്റെ ഭംഗി നോക്കി ലക്ഷറി പ്ലാന്റിന്റെ പോലില്ല, അത്രയും ഭംഗിയാണ് കാണാൻ. ഇതിന് ഒത്തിരി വെറൈറ്റി ആളുണ്ട്. ഇതിന് ഓരോന്നായിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഗ്രീനില് സിൽവർ ലൈൻ വരുന്നതാണ്, വൈറ്റ് ആയിട്ട്. ഇതിന് തന്നെ വേറെയും കുറെ പ്ലാന്റുകൾ കാണിച്ചത് കേട്ടോ. ഇത് ഫേണില് ഫ്ലവറിങ് ഇതാട്ടോ. ഫ്ലവർ ആണോ സീഡ്സ് ആണ് വരികയാണോന്ന് അറിയില്ല, പക്ഷെ ഇതിന്റെ തൈ ഉണ്ടാക്കല് കാണിച്ചത് കേട്ടോ. ഇതിന് കണ്ടില്ലേ, ഈ ലീഫിന്റെ ഫാനാട്ടോ. വെരിഗേറ്റ് ഫാനിന് കുറെ വെറൈറ്റി ഉണ്ട്. ഇതൊരു വ്യത്യസ്തമായ ഫാനാണ്. അതുപോലെ തന്നെ നോർമൽ വെറൈറ്റി നമ്മൾ എല്ലായിടത്തും കാണുന്നതാണ്. നോർമൽ വെറൈറ്റിയാണ്, അതിന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ. എന്നാൽ ഈ ലീഫുകളൊക്കെ ഒരേ വലുപ്പത്തിലാണ് വരുന്നത്. എൻഡിൽ വരുന്ന ലീഫ് നല്ല നാരമായിട്ട് നീണ്ടു വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെയാണ് അതിന്റെ കണ്ടോ, നല്ല ഭംഗിയാണ് കാണാന്. ഇതൊക്കെ ഇതിന്റെ വെറൈറ്റികളാണ്. ഇതൊക്കെ വെരിഗേറ്റഡ് ആണ്. ഇതൊക്കെ നോർമൽ ലീഫുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഗ്രീന് കൂടുതലും വൈറ്റ് കുറവാണ്. ഇത് നാരോ ആണ് കേട്ടോ. നാരോ നല്ല ഭംഗിയാണ് കാണാൻ, നാരോ ലീഫാണ്. അതിന്റെ വേറൊരു വെറൈറ്റിയാണ് ഇത്. ഒക്കെ വെരിഗേറ്റഡ് ആണ്, പക്ഷെ ഒന്നിന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. കണ്ടില്ലേ, ഒന്ന് കണ്ടാൽ മറ്റേ പ്ലാന്റ് ഭംഗിയില്ലാത്തൊന്നും, അടുത്ത് കാണുമ്പോൾ അതിലേറെ ഭംഗി മറ്റേതാണ്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ്, ബുഷിയായിട്ട് നിൽക്കുന്നതാണ്. നമ്മളവിടെ ഒത്തിരി വെറൈറ്റി വെരിഗേറ്റഡ് കണ്ടു, പക്ഷെ അതിൽ തികച്ചും വ്യത്യാസം ഫുൾ വൈറ്റ് ആയിട്ട്. കണ്ടില്ലേ, ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഒരു ഫാനാണ്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രയും ഭംഗിയുണ്ട് കാണാൻ, ഫുൾ വൈറ്റ് ആണ്. സൈഡും ഒക്കെ നല്ല രസമുണ്ട്. അതുപോലെ തന്നെ വേറെ വെറൈറ്റിയാണ് ഇത്, ഫിംഗർ ഫാന്. കണ്ടില്ലേ, ഇത് വെരിഗേറ്റഡ് ആണ്. ഇതിന് എന്തൊക്കെ നോക്കി, നമ്മുടെ കൈയിന്റെ വിരലിന്റെ അതേപോലെ തോന്നില്ലേ, ഒരു ഫിംഗർ ഫാനാണ്. ഇതൊക്കെ വെരിഗേറ്റഡ് ഐറ്റംസ് ആണ്. അതേപോലെ ഡാൻസിങ് ഫാൻ ഉണ്ട് കേട്ടോ. ഇതാണ് കണ്ടില്ലേ, ചെറിയ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു കുട്ടി ഡാൻസ് ചെയ്യേണ്ട അതേപോലെ ഇങ്ങനെ തോന്നും. ഇവിടെ കണ്ടില്ലേ, ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത. കണ്ടാൽ നമ്മൾ വിചാരിച്ച എന്തെങ്കിലും പുഴ എന്നെ തിന്നു പോയ, പക്ഷെ ഇതാണ് ഇതിന്റെ ഏറ്റവും വെറൈറ്റി. ഇതാണ് ഇതിന്റെ ഒരു വെറൈറ്റി, വേറൊരു പ്ലാന്റ് കേട്ടോ, വലിയൊരു പ്ലാന്റ് ആണ് ഇത്. കൂടുതൽ ഇറിഗേഷൻ വന്നൊരു പ്ലാന്റ് ആണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. നോക്കി, ഇതിന്റെ
കണ്ടില്ലേ, ഇത് സ്ട്രെച്ചർ കണ്ടില്ലേ, ഇതൊന്നും പുഴു തിന്നതൊന്നുമല്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഫാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ചെറിയ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഡാൻസ് ചെയ്യേണ്ടത്. അതേപോലെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആട്ടോ. ഇതൊക്കെ എവിടെ എത്തിയിട്ടില്ല, ഇതൊക്കെ ഇവിടെ കളക്ഷൻ ആയി വന്നിട്ടേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഫേൺ കളക്ടേഴ്സിന്റെ അടുത്തുള്ള ഉണ്ടാവേണ്ട ഒരു ഫേണാണ്. പക്ഷെ എന്നാലും അതിന് എന്തൊരു ഭംഗിയാണ് കാണാൻ. അതിന് എൻഡിലൊക്കെ നോക്കി, ഓരോ ലീഫിന്റെ എൻഡിലാണ് അതിന്റെ സീഡ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനെക്കാട്ടി വേറൊരു വെറൈറ്റി സാധനം കാണിച്ചു തരാം കേട്ടോ. ആരും കാണാത്തൊരു ഫേണാണ്. അതിന്റെ നമ്മൾ കണ്ടിന്റെ മിനിയേച്ചറാണിത്. ബുഷിയായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ്. കണ്ടില്ലേ, ഇത് ആരെടുത്തും ഉണ്ടാവില്ല. അത് അത്രയും ഫേണുമായിട്ട് ബന്ധമുള്ള ആളടുത്ത് മാത്രം കാണാണ്. ഇതുപോലത്തെ ഫേൺ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഫേണിലെ മറ്റൊരു വെറൈറ്റി ആയിട്ടാ. ഇത് നമ്മൾ നേരത്തെ കണ്ടതിനെ പോലെ ഒരു ഫിംഗർ പോലെ ഇതിന്റെ താഴെ വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അതിന്റെ ഗ്രീനിസ് ആണ്. നല്ല കണ്ടില്ലേ, എയർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ട് മടുത്ത പ്ലാന്റുകളല്ല, ഒക്കെ വെറൈറ്റി ഒന്നൊന്നിനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി എയർ പ്ലാന്റ്സ് ആണ് ഉണ്ട്. നല്ല ഫിനാൻസിയ വർഗത്തിൽപ്പെട്ട കുറെ പ്ലാന്റുകളാട്ടോ. കണ്ടില്ലേ, നമ്മൾ കണ്ട് മടുത്തല്ല, അതാണ് ഇതിന് ഏറ്റവും വലിയ. ഇതൊക്കെ കണ്ടില്ല, എവിടെയും കാണാത്ത ടൈപ്പാണ് ഒരു വെറൈറ്റി ആവാറ്. ഇതൊക്കെയാണ് നമ്മുടെ ഷെരീഫ് ഖാന്റെ ബിഗോണിയ ഫാമിലെ വിശേഷങ്ങള്. ഒത്തിരി പ്ലാന്റുകളുണ്ട്, അതിന് പറഞ്ഞാല് നമ്മൾ തീരില്ല. അത്രയും വെറൈറ്റിയാണ്, അത്രയും കളക്ഷനും ഉണ്ട്. നമ്മുടെ ചുരുങ്ങിയ ടൈം കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഞങ്ങള് ഓരോ പ്ലാന്റിനും നമ്മൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഇതിന്റെ ഏത് തയ്യുമാണെങ്കിലും ഷെരീഫ് ഖാനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.